ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർവ്വസമവാക്യങ്ങളാണ്. നമ്മൾ അതിന് ഇംഗ്ലീഷിൽ ഐഡന്റിറ്റീസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഐഡന്റിറ്റീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ അല്ലെ? നമുക്കൊരു ഈക്വൽ ടു സിമ്പലും അപ്പറും ഇപ്പറും LHS RHS എന്നൊക്കെ പറയും നമ്മൾ, റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഈക്വൽ ടു ചിഹ്നത്തിന്റെ അപ്പറും ഇപ്പറൊക്കെ ആൾക്കാർ എഴുതി നമ്മൾ സാധാരണ ഇക്വേഷൻസ് എഴുതാറുണ്ട് അല്ലെ, സമവാക്യങ്ങൾ. അപ്പോൾ സർവ്വസമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഥവാ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് പറ്റുന്ന നിയമങ്ങളാണ് ശരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ എങ്ങനെ ആ ഒരു രൂപത്തിൽ വരുന്ന ഏത് ചോദ്യത്തിലും നിങ്ങൾക്ക് അയാളെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ച് സർവ്വസമവാക്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സർവ്വസമവാക്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. പ്ലസ് എന്തുകൂടിയുണ്ട്, നിങ്ങൾ അതിന്റെ ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം തരുന്ന ചോദ്യങ്ങളെ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അവിടെയാണ് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് നമ്മൾ പോവും, പക്ഷേ തരുമ്പോൾ ചോദ്യത്തിൽ ഇയാളാണോ അത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിലായിരിക്കും പലർക്കും പ്രശ്നം വരിക. അപ്പോൾ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സർവ്വസമവാക്യങ്ങളുമായിട്ട് അതിനൊന്ന് ബന്ധപ്പെടുത്തി അതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണി വളരെ കുറഞ്ഞു കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി ആരെ നോക്കാം? ഓരോരോ സർവ്വസമവാക്യങ്ങളെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തത് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ളതായിരിക്കും അല്ലെ, A+B². എങ്ങനെയാണ് നമ്മൾ A+B² എന്ന് പറഞ്ഞാൽ അതിനെ എഴുതാം? A² + 2AB+B². ഇത് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടുള്ള ഒരു നിയമമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് 11ന്റെ സ്ക്വയർ കാണണം എന്ന് വിചാരിക്കുക. ഈ 11ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ഒരു 15-20 വരെയൊക്കെ പഠിച്ചു വെച്ചതായിരിക്കും. ഇനി അതേസമയം ഇയാൾ എങ്ങനെ എഴുതാം? 10+1 എന്ന് എഴുതാം അല്ലെ. 10+1 എഴുതിക്കൂടെ? 11നെ നിങ്ങൾക്ക് 10+1 എന്ന് മാറ്റി എഴുതുക. 11ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10+1ന്റെ സ്ക്വയർ ആയിട്ട് മാറും. ഇനി ഇതിനെ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരെ എഴുതാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയായിരിക്കും നോക്കിക്കേ. നമ്മുടെ എയുടെ സ്ഥലത്ത് നിൽക്കുന്നത് 10ഉം ബിയുടെ സ്ഥലത്ത് നിൽക്കുന്നത് 1ഉം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 10ന്റെ സ്ക്വയർ നോക്കിക്കോളൂ. ഇവിടെ എ വരുമ്പം A² ആണ് എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ പ്ലസ് 2 × 10 × 1 പ്ലസ് 1ന്റെ സ്ക്വയർ. ഇങ്ങനെയാണല്ലോ നമ്മൾ ആ ഐഡന്റിറ്റിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. A² പ്ലസ് 2AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × A × B എന്നാണ് അർത്ഥം, പ്ലസ് B². ഓക്കെ, അപ്പൊ 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 100 ആണ് അല്ലെ. ഇനി 2 × 10 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 പ്ലസ് 1. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 121 എന്ന് പറഞ്ഞ് ഉത്തരം അവിടെ കിട്ടി. ശരിയല്ലേ? അപ്പൊ സർവ്വസമവാക്യങ്ങളെ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഉദാഹരണം കാണിച്ചതാണ്. A+B² എന്ന് പറയുമ്പോൾ ആ ഐഡന്റിറ്റി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നേരിട്ട് അങ്ങനെ ചോദ്യങ്ങളൊന്നും വരാറില്ലെങ്കിലും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്കത് വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിനോട് സമാനമായിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസ് കൂടി പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലസ് വന്നത് പഠിച്ചു അല്ലെ. ഇനി ഇതുപോലെ മൈനസ് വരുന്നതാണെങ്കിലോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റില്ലേ? എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നോക്കിക്കോളൂ. A-B² അല്ലെ. ഇവിടെ പ്ലസ് വന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം പ്ലസ് ആയിരുന്നു. പക്ഷേ മൈനസ് വരുന്ന സമയത്ത് ഈ 2AB മുന്നിൽ മാത്രമാണ് എന്തായിട്ട് മാറുക? മൈനസ് എന്ന് പറയുന്ന ചിഹ്നം വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചതിനോട് തുല്യമാണ് അല്ലെ. A+B² എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ മതി. A ± B². ഇങ്ങനെ എഴുതാം. ഇതിന്റെ അർത്ഥം എന്താ? പ്ലസ് വരാണെങ്കിൽ പ്ലസ്, മൈനസ് വരാണെങ്കിൽ മൈനസ്. തൊട്ട് മുന്നേ പഠിച്ചതും ഇപ്പൊ പഠിച്ചതും കൂടെ കണക്ട് ചെയ്ത് ഞാൻ എഴുതുവാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? A² ± 2AB + B². ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെയും പ്ലസ്, ഇവിടെയും പ്ലസ്. അടിയിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ മൈനസ് ആവും, മറ്റേ സ്ഥലത്ത് പ്ലസ് തന്നെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ബുദ്ധിമുട്ടാണ്, കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ A-B² എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമുക്ക് ഇതേപോലെ A² - 2AB + B² എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളത് ആദ്യം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ രണ്ട് ഐഡന്റിറ്റീസ് നിങ്ങൾ ഇപ്പൊ പഠിച്ചു, രണ്ട് സർവ്വസമവാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേലേക്ക് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു റിസൾട്ട് ആണ്. ഒരാളുടെ രണ്ട് സംഖ്യകൾ എടുത്തു അല്ലെ, നമ്മൾ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്ലസും ഇൻറ്റു അവരുടെ മൈനസും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനെയും സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 + 3 അതേപോലെ 1 - 3
എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒന്നിന് പകരം ഞാനൊരു 4 ആക്കാണ് കേട്ടോ. അപ്പൊ എന്താ നിങ്ങൾക്ക് വരിക, 4 + 3 × 4 - 3 എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം എന്തായിട്ട് മാറും? ഇതിപ്പോ എന്ത് രൂപത്തിലാണ് കിടക്കുന്നത്? വെറുതെ ഒരു ഉദാഹരണം കാണിച്ചു തരിക എന്ന് മാത്രമാണ് ഇതിന്റെ അർത്ഥമുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കുന്നേ ഉള്ളൂ. a + b × a - b ഈ രൂപത്തിലല്ലേ കിടക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് a + b × a - b രൂപത്തിലാണ് എന്ന് മനസ്സിലായത്? രണ്ടും ഒരേ സംഖ്യകളാണ്, കണ്ടോ, 4 3, ഇവിടെയും 4 3, പക്ഷെ ചിഹ്നത്തിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് a + b × a - b ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഇത് a² - b² ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 4ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 16 ആണ്. അതേപോലെ 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 9. നിങ്ങൾക്ക് അതിനെ മൈനസ് ചെയ്ത് കളഞ്ഞാൽ അതിന്റെ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, 4 + 3 എന്ന് പറഞ്ഞാൽ 7, 4 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം നേരെ 7 എന്ന് എഴുതിക്കൂടെ എന്ന് തോന്നും. 7 എന്ന് എഴുതാം, പക്ഷേ ഞാൻ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന സർവ്വസമവാക്യം എങ്ങനെ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെയും ഉത്തരം 7 തന്നെയാണ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. നിങ്ങൾ അതൊന്ന് നോക്കി വെക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവ്വസമവാക്യമാണ്. അതിനെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഈ രീതിയിലായിരിക്കില്ല ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇയാളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു എന്നേ ഉള്ളൂ. ഇത് ഉപയോഗിച്ച് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് വഴിയെ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോകുന്നു. നോക്കിക്കോളൂ, a + b² - a - b² ചെയ്താൽ എന്ത് കിട്ടി? 4ab കിട്ടും. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ തന്ന സാധനം എന്ന് പറഞ്ഞാൽ a + b² നമ്മുടെ കയ്യിലുണ്ട്, a - b² നമ്മുടെ കയ്യിലുണ്ട്. അത് = 4ab ആണെന്നൊരു റിസൾട്ടും ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ ആൾക്കാരെ എഴുതിയെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് a + b തന്നു, a - b തന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AB കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇതേ ആളെ തന്നെ ഉപയോഗിക്കാം. നോക്കിക്കേ, a + b² - a - b² ഈ 4ab ഉണ്ടായിരുന്ന AB-യെ ഞാൻ അവിടെ വെച്ചിട്ട് ഈ 4നെ അടിയിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചോ. അപ്പൊ AB ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇൻറ്റുവിൽ നിന്നും ഒരാൾ =ന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോയി കഴിഞ്ഞാൽ അത് ഹരണമായിട്ട് മാറും. നമുക്കറിയാം അല്ലെ, ഗുണനം എന്തായിട്ട് മാറും? ഹരണമായിട്ട് മാറും. അപ്പൊ ആ 4ab-യിലുള്ള 4നെ മാത്രം ഞാൻ പറിച്ചെടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അവിടെ അത് ഗുണനമായിരുന്നു, ഇങ്ങോട്ട് എത്തുമ്പോൾ അത് എന്തായിട്ട് മാറി? ഹരണമായിട്ട് മാറി. അപ്പൊ ആ രണ്ട് സംഖ്യകളുടെ പ്ലസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും 2 സംഖ്യകളെ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും കണ്ടുപിടിച്ചിട്ട് തന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് AB, അതായത് ആ 2 സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ മതിയാവും. മനസ്സിലായോ? അപ്പോൾ അവിടെ അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരിക്കലും നേരിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, a + b എന്ന് പറഞ്ഞാൽ 2 സംഖ്യകൾ അല്ലെ, ആ 2 സംഖ്യകളുടെയും കൂട്ടിയാൽ കിട്ടുന്നതും ആ 2 സംഖ്യകളെയും കുറച്ചാൽ കിട്ടുന്നതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ 2 സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ ഐഡന്റിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ പഠിച്ചു വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ പഠിച്ച ആളെ ചോദ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്നും കിട്ടുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ a + b² - a - b² = 4ab എന്ന് പഠിച്ചു വെക്കുക. ഇനി ചോദ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ആരാണോ ആ രീതിയിലേക്ക് ഇക്വേഷനെ മാറ്റിയെടുക്കാനും കൂടി കൃത്യമായിട്ട് നോക്കി വെക്കുക. അതാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്തൊരു ഐഡന്റിറ്റിയിലേക്ക് പോവാം. a + b² അതായത് a + b³ അതിനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ. ഇവിടെ ക്യൂബ് വരുമ്പോൾ a³ വരും, അവസാനം b³ വരും. അത് നിങ്ങൾക്ക് അറിയാം. ആദ്യം എയും പിന്നെ ബിയും ആയതുകൊണ്ട് ആദ്യം a³ അവസാനം b³ എത്തും. ഇനി നടുക്ക് വരുന്ന ആൾക്കാർ ആരൊക്കെയാന്നുള്ളത് നോക്കണം അല്ലെ. അപ്പം 3 വരുന്നത് കൊണ്ട് ഇങ്ങനെ പഠിച്ചു വെക്കുക, 3a² b + 3ab². അങ്ങനെ 4 ടേംസ്, 4 പദങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ഓരോരോ എക്സ്പാൻഷനിലും. എങ്ങനത്തെ എക്സ്പാൻഷനിൽ? a + b³ എന്ന് പറയുന്ന എക്സ്പാൻഷനിൽ അങ്ങനെ വരും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് അടുത്തൊരു റിസൾട്ട് ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കോളൂ, ഒരു ചോദ്യമാണ് വന്നത് കേട്ടോ. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? 8.9 × 8.9 പ്ലസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, എന്തായാലും ഇവിടെ എന്തുണ്ട്? ഒരു ഗുണനമാണ് ആദ്യം വരുന്നത് അല്ലെ. പിന്നെ ഇവിടെ എന്താ വരുന്നത്? 2 × 8.9 × 1.1
അതേപോലെ അവസാനത്തിലേക്ക് 1.1 ഇൻറ്റു 1.1. ഇതെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ബോട്ട് മാസ് ആണെന്ന് തെറ്റിദ്ധരിക്കും അല്ലെ. ബോട്ട് മാസ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയല്ല, ശരിക്കും ബോട്ട് മാസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. പക്ഷേ ഇപ്പം നിങ്ങൾ പഠിച്ച കൂട്ടത്തിലുള്ള ഒരു സർവ്വസമവാക്യത്തിനോട് ഇതിനൊരു ചേർച്ചയുണ്ട്. ആ ചേർച്ച മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ബോട്ട് മാസ് വെച്ച് ഇതിനെ ചെറുതാക്കി കൊണ്ടുവരുന്നതിനേക്കാളും എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സർവ്വസമവാക്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയ ഉപയോഗങ്ങളുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലുള്ള ചോദ്യത്തിലാണ് വരുന്നത് എന്നുള്ളതൊന്ന് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ സർവ്വസമവാക്യമാണ് ഈ ചോദ്യം എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതിലാണ് പ്രധാന കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങളിൽ പലരും ഇത് എങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കും. നമ്മൾ ബോട്ട് മാസ് പഠിച്ചതാണ്, ആദ്യം ഇൻറ്റു ചെയ്യണം എന്നറിയാം, പിന്നെ പ്ലസ് അല്ലെങ്കിൽ മൈനസ്, ഡിവിഷൻ, ആ ഒരു ഓർഡർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അത് വെച്ച് ഇതിനെ സോൾവ് ചെയ്ത് പോകും. പക്ഷെ ഇതൊക്കെ പോയിന്റുകൾ വരുന്ന സംഖ്യകളാണ് അല്ലെ, അതായത് ദശാംശ സംഖ്യകളാണ്. ദശാംശവും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. പക്ഷേ അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ അത് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ ഈ ചോദ്യത്തിന് ഒന്നും കൂടെ മാറ്റി എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആവും. ഇത് നോക്കിക്കേ, 8.9 ഇൻറ്റു 8.9. അതിന് ഞാൻ 8.9ന്റെ സ്ക്വയർ ആക്കി എഴുതി. അങ്ങനെ എഴുതാമല്ലോ, 2 തവണ ആവർത്തിക്കുമ്പോൾ കൃത്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ 8.9 ഇൻറ്റു 8.9 2 തവണ ഗുണിക്കുക എന്ന് പറയുമ്പോൾ പവർ എന്തായിട്ട് എഴുതാം? 2 ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തത് നോക്കാം, 2 ഇൻറ്റു 8.9 ഇൻറ്റു 1.1. അത് അങ്ങനെ തന്നെ വെച്ചു. ഇനി വീണ്ടും നോക്കിക്കേ, 1.1 ഇൻറ്റു 1.1 ബാക്കിയുണ്ട്. അവിടെയും നിങ്ങൾക്ക് അതിനെ എങ്ങനെ എഴുതാം? 1.1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് ഇതിനെ ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. ഇതിനൊരു എ ആണെന്ന് സങ്കല്പിക്കുക. എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ഈ 1.1 നമുക്കൊരു ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ബി സ്ക്വയറും ഇവിടെ ഒരു ബിയും. അപ്പൊ ഇത് എന്തായിട്ട് മാറി? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. കണ്ടോ, ഈ രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. ഇത് ഒറ്റയടിക്ക് കാണുമ്പോൾ ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വിജയിച്ചു. കാരണം നിങ്ങൾക്ക് ആ ഐഡന്റിറ്റി മനസ്സിലായിട്ടുണ്ട്. ഐഡന്റിറ്റി നേരെ ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താനും പറ്റും. പകരം അതേസമയം നമ്മൾ ഇതെല്ലാം ഗുണിച്ചും ഹരിച്ചും ആഡ് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒരു 4 5 ചോദ്യം ചെയ്യേണ്ട സമയം അവിടെ നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം ഏത് സർവ്വസമവാക്യത്തിനോടാണ് അതിനെ ബന്ധിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ പറ്റിയ ഇതിന്റെ മറ്റേ വശം നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണ് ഇതിന്റെ അടുത്ത വശം? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ a എന്ന് പറഞ്ഞാൽ 8.9ഉം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 ആണ്. അപ്പൊ ഇതിനെ നേരെ എങ്ങനെ ചെയ്താൽ മതി? ഈക്വൽ ടു 8.9 പ്ലസ് 1.1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി നിങ്ങൾക്ക് ഇതിനെ വളരെ എളുപ്പത്തിൽ ആൻസർ ആക്കാൻ പറ്റും. ഈ വലിയ ചോദ്യത്തിനെ ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ എന്താ വരിക? 8.9ന്റെ കൂടെ 1.1 കൂട്ടിക്കഴിഞ്ഞാൽ 10 എന്ന് വരും അല്ലെ. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും വളരെ എളുപ്പമാണ്. ആൻസർ 100ലേക്ക് എത്തി. അപ്പൊ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ആൻസറും എഴുതാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. അപ്പൊ തരുന്ന ചോദ്യത്തിലെ സർവ്വസമവാക്യവുമായിട്ട് ബന്ധപ്പെടുത്തി അത് ഏത് തരത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നുള്ളത് ആലോചിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഈ സെക്ഷൻ. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളുടെ എല്ലാ ടൈപ്പുകളും നമുക്ക് പറയാം. പറയുന്നതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ചോദ്യം ഇതുപോലെ വലിയ പോയിന്റുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും സർവ്വസമവാക്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ 1 2 സ്റ്റെപ്പുകളിൽ ഉത്തരം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ? നോക്കാം, √12 മൈനസ് √3 ഹോൾ സ്ക്വയർ. ഇതിന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്പേഴ്സ് ആണ് അല്ലെ. നമ്പേഴ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കൂട്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. √12 ഒരു സംഖ്യയാണ്, √3 മറ്റൊരു സംഖ്യയാണ്. റൂട്ടിനുള്ളിൽ രണ്ടും വ്യത്യസ്ത സംഖ്യകളായതുകൊണ്ട് മൈനസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഏത് റൂളായിരിക്കും? a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. a എന്ന് പറഞ്ഞാൽ അവിടെ √12, ബി എന്ന് പറഞ്ഞാൽ √3 ആയിട്ട് എടുക്കാം. ഇനി a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ പറഞ്ഞോളൂ. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ √12 മൈനസ് √3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? √12ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു √12 ഇൻറ്റു √3 പ്ലസ് √3ന്റെ സ്ക്വയർ. ഈ രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. എങ്ങനെയാണ് മാറ്റി എഴുതിയെന്ന് മനസ്സിലായല്ലോ. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ നമ്മൾ ഇതിനെ വിശദീകരിച്ച് എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? √12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 12 തന്നെയാണ്. അത് അറിഞ്ഞിരിക്കണം. സ്ക്വയറും റൂട്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് ഉള്ളിലുള്ള സംഖ്യ മാത്രമായിട്ട് മാറും. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സ്ക്വയറും അതിന്റെ റൂട്ടും, സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായി പോയി? അത് ക്യാൻസൽ ആയി പോയിട്ട് ഉള്ളിലുള്ള സംഖ്യ മാത്രമായിട്ട് ചുരുങ്ങും. ഇനി നോക്കിക്കോളൂ, ഇതെന്തായിട്ട് മാറും?
2 ഇൻറ്റു റൂട്ട് 12 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു റൂട്ട് 12 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 36 എന്ന് വരും അല്ലെ. അപ്പൊ റൂട്ട് 36 പ്ലസ് റൂട്ട് 3ന്റെ സ്ക്വയർ 3 തന്നെ. അത് ഓർത്ത് വെക്കണേ. റൂട്ട് 3ന്റെ സ്ക്വയർ 3 തന്നെയാണ്, റൂട്ട് 10ന്റെ സ്ക്വയർ 10 തന്നെയാണ്. അങ്ങനെ ഓരോന്നിന്റെയും റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ രണ്ടും ക്യാൻസൽ ആയി പോയി ഉള്ളിലുള്ള സംഖ്യ മാത്രമായിട്ട് മാറും. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, 12 മൈനസ് 2 ഇൻറ്റു ഇത് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരല്ലേ? റൂട്ട് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 36ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 ആണ് അല്ലെ. കാരണം 6 ഇൻറ്റു 6 ചെയ്യുമ്പോഴാണ് 36 വരുന്നത്. അപ്പൊ 36ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ് നമ്മൾ ഇൻറ്റു ചെയ്ത നമ്പറാണ്, അതായത് 6 ആണ് അതിന്റെ ആൻസർ. അപ്പം 6 + 3 എന്ന് വന്നു. അതായത് 12 മൈനസ് 12 പ്ലസ് 3 രണ്ട് സംഖ്യകൾ ഒരേപോലെ വന്നു. അതിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടുന്നതും അവസാനത്തെ ഉത്തരം എത്രയായിട്ട് മാറി? 3 മാറി. സോ വളരെ പെട്ടെന്ന് അതിന്റെ അവസാന സ്റ്റെപ്പിലുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചിരിക്കുന്ന സർവ്വസമവാക്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെ നമ്മുടെ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതാനും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെയും നിങ്ങൾക്ക് കാണാം അല്ലെ. ഇത് നോക്കിക്കേ, 138 2 തവണ വന്നിട്ടുണ്ട്, പിന്നെ 38 2 തവണ വന്നിട്ടുണ്ട്, 276 ഇൻറ്റു 38. അപ്പൊ ഇവിടെ എത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും സർവ്വസമവാക്യവുമായിട്ട് ഇതിന് വല്ല ബന്ധവും ഉണ്ടോ? അപ്പൊ ഒന്ന് മാറ്റി വെറുതെ ഒന്ന് എഴുതി നോക്കാം. നമുക്ക് 138 നമുക്കൊന്ന് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ പ്ലസ് ഇവിടെ എന്താ വരുന്നേ? 38ന്റെ സ്ക്വയർ, അതും ഓക്കെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു 38 ഉണ്ട്. ആ 276നെ ഇയാളുടെ ടേംസിലേക്ക് എഴുതാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം അല്ലെ. നിങ്ങൾക്കറിയാം 276നെ നിങ്ങൾക്ക് 2 ഇൻറ്റു 138 എന്ന് എഴുതാം. ഇനി ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് കണ്ടു പരിചയമുള്ള ആരെങ്കിലും ആണോ ഇത് എന്ന്? എ സ്ക്വയർ ആണിത്. നമുക്ക് ഇതിനൊരു എ ആന്ന് വിളിക്കാം. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. ഈ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ള രൂപത്തിലായി. ഇത് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലെ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ എക്സ്പാൻഷൻ ആണിത്. അപ്പൊ നിങ്ങൾ കണ്ടതിൽ നിന്നും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. മൈനസ് 2ab രണ്ടാമത് എഴുതിയാലും ആ മൈനസ് 2ab മൂന്നാമത്തേക്ക് മാറ്റി എഴുതിയാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അതിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല. അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതിന്റെ ഓർഡർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നേ ഉള്ളൂ. ചിഹ്നത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. കാരണം എന്താ? നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാമത്തെ 2ab മുന്നിൽ മാത്രമേ മൈനസ് ആവുള്ളൂ എന്നല്ലേ. ആ 2ab മുന്നിൽ തന്നെയാണ് ഇവിടെ മൈനസ് വരുന്നത്. ബി സ്ക്വയർ അപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, പ്ലസ് തന്നെയായിരുന്നു. അപ്പൊ അതേ ഫോമിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. നമ്പേഴ്സ് രണ്ടാമത് എഴുതിയ ആളും മൂന്നാമത് എഴുതിയ ആളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി കിടപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചിഹ്നത്തിൽ പോലും വ്യത്യാസമില്ല, ഒരേ ആളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാരുടെ എക്സ്പാൻഷൻ ആണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സർവ്വസമവാക്യമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എയുടെ സ്ഥലത്ത് 138ഉം ബിയുടെ സ്ഥലത്ത് 38ഉം ആണ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇനി എഴുതാലോ. ഇത് എന്തായിട്ട് മാറി? 138 മൈനസ് 38 ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 138ൽ നിന്നും 38 മൈനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉത്തരം എത്രയായിട്ട് മാറി? 100 മാറി അല്ലെ. 100 എന്ന് പറയുമ്പോൾ 100ന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്, കാരണം ഹോൾ സ്ക്വയർ അവിടെ ബാക്കിയുണ്ട്. അപ്പൊ 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എഴുതാലോ. 1ഉം 4 0 വരിക. അതെങ്ങനെയാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്? ഇവിടെ 2 0 ഉണ്ടെങ്കിൽ 1ന്റെ സ്ക്വയർ എത്രയാണോ 1 തന്നെ അതിനെ എഴുതുന്നു. അതിനുശേഷം എത്ര പൂജ്യങ്ങളാണോ ഉള്ളത് അത്രയും 0നെ ഇരട്ടിയാക്കിയിട്ട് നമ്മൾ എഴുതും. ഓക്കെ, അതായത് 2 എണ്ണമാണ് ഉള്ളതെങ്കിൽ 4 എണ്ണം എഴുതണം, 3 എണ്ണമാണെങ്കിൽ 6 എണ്ണം, അങ്ങനെ ഇരട്ടി പൂജ്യങ്ങളാക്കി എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനും പറ്റും. സോ അങ്ങനെയാണ് ആ ടൈപ്പ് ചോദ്യത്തിൽ നമ്മൾ ചെയ്തത്. ഇനി ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറെ തവണ വന്ന് കാണുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. കുറെ തവണ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ചോദ്യമാണ്. 1.75ന്റെ സ്ക്വയർ മൈനസ് 0.25ന്റെ സ്ക്വയർ ബൈ 1.75 മൈനസ് 0.25. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇതിനെ വലുതാക്കിയൊക്കെ ചെയ്തു പോകണമെന്ന് വിചാരിക്കും. പക്ഷേ ഇതും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സർവ്വസമവാക്യമാണ്. ഞാൻ ഏതാന്ന് എഴുതി തരാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇതിന്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ശരിക്കും 2 രീതിയിൽ എഴുതാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഇവിടെ ഗുണനമാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ട് മാറ്റി എഴുതാൻ പോവാ കേട്ടോ. ബൈ എ പ്ലസ് ബി. ഇങ്ങനെ എഴുതിയാൽ എന്തായിരിക്കും ഉത്തരം വരിക? ഇവിടെ ഇടത്തെ ഭാഗത്തുണ്ട് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതിന്റെ അടുത്തേക്ക് ഇയാളെ ഞാൻ കൊണ്ടുവന്നു. ഇവിടെ ഗുണനമായതുകൊണ്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറി? ഹരണമായിട്ട് മാറി. അതാണ് അത് താഴെ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ മൈനസ് ബി എന്ന് എഴുതാം. ശരിയല്ലേ?
ഇവിടെ രണ്ടും കൂടെ ഗുണനത്തിൽ കിടന്നു, അതിലൊരാളെ ഞാൻ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഡിവിഷൻ ആയിട്ട് ഹരണമായിട്ട് മാറിയത് കൊണ്ട് അത് താഴെ കിടപ്പുണ്ട്. അപ്പൊ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ a പ്ലസ് ബി എന്ന് എഴുതാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതേപോലെ എനിക്ക് വേറെ രീതിയിലും മാറ്റിക്കൂടെ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ, ഞാൻ മറ്റേയാളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെങ്കിലോ a മൈനസ് ബി ആവും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ബാക്കി വരും? a പ്ലസ് ബി ബാക്കി വരും. വളരെ എളുപ്പമാണത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റി സർവ്വ സമവാക്യം വെച്ച് നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ മാറ്റിയും തിരിച്ചൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ ഇതിനെ എയും ഇതിനെ ബിയും ആക്കി എടുത്താൽ എങ്ങനെയാ വരിക? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ a മൈനസ് ബി രൂപത്തിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ആരാണ് ആള്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ a മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ചോദ്യമുള്ളത്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അയാളാണെന്ന് മനസ്സിലാവണം. അപ്പോൾ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സമവാക്യം നിങ്ങൾ പഠിച്ചു, സർവ്വ സമവാക്യം പഠിച്ചു, ഇതിന് ഇങ്ങനെ രണ്ട് രീതിയിലും കൂടെ എഴുതാൻ പറ്റുമെന്നുള്ളതും കൂടി മൈൻഡിൽ വേണം. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ചിലപ്പോൾ ഇവിടെ മൈനസ് വരാം, ചിലപ്പോൾ ഇവിടെ പ്ലസ് വരാം. അത് എന്താണോ അതല്ലാത്ത ആളാണ് അപ്പുറത്ത് വരുന്നത് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നോക്കുക, ഇവിടെ a ആണ്, ഇവിടെയും ഒരു നമ്പർ, ആ സെയിം നമ്പർ തന്നെ താഴെയും വരുന്നുണ്ട്. അപ്പൊ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ a മൈനസ് ബി. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്തായിരിക്കും? a പ്ലസ് ബി ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഇവിടെ എയും ബിയും 1.75 പ്ലസ് എന്ത് വന്നു? 1.75ന്റെ കൂടെ ഉള്ളത് 0.25 ആണ്. അപ്പം 0.25 ഇങ്ങനെ എഴുതി കഴിഞ്ഞു. അപ്പൊ 1.75 പ്ലസ് 0.25 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അവിടെ നിങ്ങൾക്കറിയാം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 എന്നാണ് വരിക അല്ലെ. 1.25ന്റെ കൂടെ കാലും കൂടെ കൂട്ടുമ്പോൾ 2 ആയിട്ട് കിട്ടി. അപ്പൊ ഉത്തരം നമുക്ക് വളരെ ഈസി ആയിട്ട് 2 എന്നവിടെ കിട്ടി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു വലിയ ചോദ്യത്തിനെ നമ്മൾ അല്ലാതെ ചെയ്ത് നോക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പലരും അത് പകുതിയിൽ വെച്ച് നിർത്തി പോകാനേ സാധ്യതയുള്ളൂ. അതേസമയം സർവ്വസമവാക്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതിയാൽ വളരെ പെട്ടെന്ന് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനും പറ്റും. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി അടുത്തത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ തന്നിട്ടുണ്ട്, a പ്ലസ് ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a മൈനസ് ബി കണ്ടുപിടിക്കുക. വളരെ എളുപ്പമല്ലേ? നമ്മൾ ഇപ്പൊ പഠിച്ച സാധനം അല്ലേ. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് നമ്മൾ സർവ്വ സമവാക്യമായിട്ട് ഇപ്പം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്ലസ് അല്ല മൈനസ്. അപ്പൊ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നവിടെ വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് തന്നിരിക്കുന്നത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതാ ഇയാളെ തന്നിട്ടുണ്ട്, a പ്ലസ് ബിയും തന്നിട്ടുണ്ട്. അപ്പൊ ഇയാളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലെ. അപ്പൊ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ, കാരണം ഇവിടെ നടുക്ക് ഇൻറ്റു ആയതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, ഈക്വൽ ടു നമ്മുടെ a മൈനസ് ബി ആയിരിക്കും. അപ്പൊ തന്ന ആൾക്കാരെ ഒരു വശത്തും വെക്കുക, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആളെ മറുവശത്തും വെച്ച് കഴിഞ്ഞാൽ ഉത്തരം വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? പറഞ്ഞേ, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ a പ്ലസ് ബി എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 24 അല്ലേ. അപ്പൊ 24 ബൈ എത്രയാ മറ്റേത്? 8 ആണ്. 8 ഇസ് ഈക്വൽ ടു a മൈനസ് ബി എന്ന് കിട്ടി. അങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്യാലോ നിങ്ങൾക്ക്. 24 ബൈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് അവിടെ ഉത്തരം വരുന്നത്. അപ്പൊ നമ്മുടെ a മൈനസ് ബി എന്റെ ഉത്തരം എത്രയായിട്ട് കിട്ടി? 3 ആയിട്ട് കിട്ടി. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ആൻസറും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, 8 7 6 പ്ലസ് 5 9 7 അല്ലെ, ഹോൾ സ്ക്വയർ. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഞാൻ ഇത് എഴുതാൻ കാരണം ഇതിനൊരു എയും ഇതിനൊരു ബിയും ആക്കി എടുത്ത് ഇവിടെയൊക്കെ അയാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ. ഇവിടെയോ a മൈനസ് ബി ഹോൾ സ്ക്വയർ ബൈ എ ബി. ഇത് ഏത് ഇക്വേഷൻ എന്ന് വന്നതാ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ab എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതിലുള്ള എ ബിയെ നമ്മൾ ഈ സൈഡിലേക്ക് എടുത്താലാണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഇവിടെ എന്തായിരിക്കും ഉത്തരമായിട്ട് വരിക? 4 ആയിരിക്കില്ലേ? അപ്പോ ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു പോലും നോക്കാണ്ട് ഉത്തരം പറയാം. കാരണം എന്താ? തന്നിരിക്കുന്നത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ a ഇൻറ്റു ബി എന്നുള്ള ഫോമുലാണ്. അതെന്താണെന്ന് നമ്മുടെ ഫോമുലയിലുണ്ട്? 4 ആണെന്ന് നമ്മുടെ ഫോമുലയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ 4 എന്ന് എഴുതാം, വിത്തൗട്ട് എന്ത് ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഇല്ലാതെ. ക്ലിയർ ആണോ? അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഐഡന്റിറ്റി അറിയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന സർവ്വസമവാക്യങ്ങൾ എന്ന് പറയുന്ന സെക്ഷൻ. കുറേ സർവ്വസമവാക്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കിട്ടുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ഏത് സർവ്വസമവാക്യമാണ് വരുന്നതെന്ന് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട രീതിയിൽ മാറ്റിയും തിരിച്ചൊക്കെ എഴുതി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം കിട്ടുന്ന ചോദ്യത്തിനെ നന്നായിട്ട് നോക്കുക. നിങ്ങൾ പഠിച്ച സർവ്വസമവാക്യങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ സർവ്വസമവാക്യത്തിനെ വേണ്ട രീതിയിൽ മാറ്റിയോ മറിച്ചോ ഒക്കെ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് നമ്മൾ പഠിച്ചിരുന്ന ആള് അല്ലെ. ഇതിൽ എ
AB എന്ന് പറഞ്ഞ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരം 4-ൽ എത്തും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ ഒരു രൂപത്തിലാണ് ഇത് കിടക്കുന്നത് എന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ അവിടെ 4 ആണെന്ന് എഴുതാം. അപ്പൊ ക്ലിയർ ആയല്ലോ? ഇങ്ങനെ സർവ്വസമവാക്യങ്ങളെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാനും മറിക്കാനും അതുപോലെ കിട്ടുന്ന ചോദ്യങ്ങൾ ഏത് സർവ്വസമവാക്യവുമായിട്ടാണ് ബന്ധം വരുന്നതെന്നും കൂടെ കണ്ടെത്തുന്നതിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം ചെയ്യാം. അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.